ഇൻഡസ്ട്രിയിൽ എനിക്കിപ്പോൾ അങ്ങനെ വലുതായിട്ട് പ്രോജക്ട്സ് ഒന്നും ഇല്ല. അവസരങ്ങൾ വരണ്ടേ. മച്ചാന്റെ മാലാക എന്താന്ന് ചോദിച്ചാൽ, മച്ചാൻ സൗബിൻ ചേട്ടനാണ്, മാലാക നമിതയാണ്. There's a huge turning point in this movie. സിബിനാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട്. മച്ചാന്റെ മാലാക മൂവി വിശേഷങ്ങളുമായി എൻ്റെ ഒപ്പം ഉള്ളത് ആര്യ ചേച്ചിയാണ്. ആര്യ ചേച്ചി, വെൽക്കം. താങ്ക് യു. എന്താണ് ചേച്ചി മച്ചാന്റെ മാലാക? മച്ചാന്റെ മാലാക എന്താന്ന് ചോദിച്ചാൽ, ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഫീൽ ഗുഡ് പടമാണ്. ഒരു എന്താ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ്. സൗബിൻ ചേട്ടനും നമിതയുമാണ് നമ്മുടെ ലീഡ് ക്യാരക്ടേഴ്സ്. അതിൽ മച്ചാൻ സൗബിൻ ചേട്ടനാണ്, മാലാക നമിതയാണ്. അപ്പം ഇവരുടെ ലൈഫിൽ നടക്കുന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന ഒരു ഭയങ്കര ടീസറിലും ആ ഒരു ബ്യൂട്ടി ഉണ്ട്, അതുണ്ട്. പക്ഷെ ടീസറിൽ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിനൊരു ഒരു ഒരു വലിയ സസ്പെൻസ് ഉണ്ട് ഈ പടത്തിനകത്ത്. ദെയർസ് എ ഹ്യൂജ് ടേണിംഗ് പോയിന്റ് ഇൻ ദിസ് മൂവി. അത് നമ്മൾ ഒരു ട്രെയിലറിലും ടീസറിലും ഒന്നും നമുക്കത് കാണിക്കാനും പറ്റില്ല, കാണിച്ചിട്ടുമില്ല. അപ്പം അത് കാണണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സിനിമ തന്നെ പോയി കാണണം. അവരുടെ ആ ഒരു പെയർ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമാണ്. ഒരു എന്താ പറയാ, ഒരു ചെറിയ ടോം ആൻഡ് ജെറി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള പോലത്തെ ഒരു ഇത് തന്നെയാണ്. അതായത് കല്യാണം കഴിഞ്ഞ ആ പുതുമോടി സമയത്തൊക്കെയുള്ള ആ ഒരു ഇതുണ്ട്. പിന്നെ ചെറിയ ചെറിയ റൊമാൻറ്റിക് ഉണ്ടോ? എല്ലാം ഉണ്ടല്ലോ. ഒബ്വിയസ്ലി ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു കപ്പിൾ എന്ന് പറയുമ്പോൾ എല്ലാം വരുമല്ലോ. അപ്പൊ അതെല്ലാം ഉണ്ട്, എല്ലാം ഉള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ അതിനിടയിൽ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ് സംഭവിക്കുന്നുണ്ട്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി എങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഇവരുടെ ഇടയിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അതായത് ഈ ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന് പറയില്ലേ, അങ്ങനത്തെ. അതില് വിനീതേട്ടനും ദിലീഷേട്ടനുമാണ് സൗബിനിക്കയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ഇതില് വരുന്നത്. വിനീതേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് നോർമലി കോമഡി ക്യാരക്ടേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇതിലൊട്ടും കോമഡി ഇല്ല. ഇതില് ഭയങ്കര സീരിയസ് ആണോന്ന് ചോദിച്ചാൽ, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു തന്റേടി ആയിട്ടുള്ള ഭാര്യയാണ്. എന്റെ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ പിന്നെയും കുറച്ച് ഫണ്ണാണെന്ന് വേണമെങ്കിൽ പറയാം. ആളാണ് ഇതിൽ കുറച്ച് ഫണ്ണി എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ വൈഫ്. ഭയങ്കര തന്റേടി, ആളൊരു പാവമാണ്, ഒരു ഈ സൈസ് ഉണ്ടെന്നേ ഉള്ളൂ, എന്നാൽ ആളൊരു നിഷ്കുവാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയങ്കര ബോൾഡും ലൗഡുമായിട്ടുള്ള ഒരു വൈഫാണ്. ഓക്കെ. ഈ ടീസറിൽ കാണുമ്പോൾ നമിതയുടെ ഒരു ക്യാരക്ടറും അങ്ങനെ കുറച്ച് ദുഷ്ടിയാണെന്ന് തോന്നി. അതാണ് പറഞ്ഞത്. അതിലൊരു റീസൺ ഉണ്ട്. ദർ ഇസ് എ റീസൺ. അങ്ങനത്തെ ഒരു പിന്നെ നമിതയുടെ ക്യാരക്ടർ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഭയങ്കര ഫണ്ണായിട്ടുള്ള ക്യാരക്ടർ അല്ല നമിതയുടെ ക്യാരക്ടർ. കുറച്ച് ഒരു പക്ക പൊസസീവ് ഭാര്യയുടെ ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ലാസ്റ്റ് വന്നപ്പോ എന്തോ ഒരു വള്ളി ഒപ്പിച്ചു. അതെ, ആക്ച്വലി സ്പീക്കിംഗ് യെസ്. പക്ഷെ അത് എന്താണെന്നുള്ളത് ഈ മൂവി കണ്ടാലേ മനസ്സിലാവും. നമ്മൾ ഈ സംസാരിച്ച ഒരു കാര്യങ്ങളുമായിട്ടും ആ പറയുന്ന ഇൻസിഡന്റിന് ഒരു ബന്ധമില്ല. ഓക്കെ. അപ്പോൾ ഒരു ഓൺട്രപ്രണർ കൂടെയാണ്. അപ്പോൾ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതും അതും എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യണ ഒരു മൾട്ടി ടാസ്കർ ആണോ? മൾട്ടി ടാസ്കർ എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് ഇനിയിപ്പം ഇൻഡസ്ട്രിയിൽ എനിക്കിപ്പം അങ്ങനെ വലുതായിട്ട് പ്രോജക്ട്സ് ഒന്നും ഇല്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന മൂവി തന്നെ ഈ പറഞ്ഞ പോലെ ഐഡന്റിറ്റി ആയിരുന്നു. അത് റിലീസായി കഴിഞ്ഞു. ഇപ്പൊ അതിനു മുമ്പ് ഞാൻ അഭിനയിച്ച പടമാണ് മച്ചാന്റെ മാലാക. മച്ചാന്റെ മാലാകയും കൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അപ്കമിങ് പ്രോജക്ട്സും ഒന്നുമില്ല. ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നൊന്നുമില്ല. സോ ഐ എം കംപ്ലീറ്റ്ലി ഫ്രീ. അപ്പം ഞാൻ ഇനി എൻ്റെ ഫ്രീ ടൈം എന്ന് പറയുന്നത് ഫുള്ള് ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് തന്നെ പോകുന്നത്. അപ്പൊ അവിടെ ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കിപ്പോ ഇല്ല. അതുണ്ട്, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ബിസിനസ്സിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ എനർജിയും നമ്മുടെ ടൈമും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും. പിന്നെ അറ്റ് ദ സെയിം ടൈം വീട്ടിലെ കാര്യങ്ങളും നോക്കണം. അതൊരു ഡെഫിനറ്റ്ലി മൾട്ടി ടാസ്കിങ് തന്നെയാണ്. പക്ഷെ അത് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ബിക്കോസ് നല്ലൊരു ടീമുണ്ട് ബാക്കപ്പിന് ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന്. സോ അതുകൊണ്ട് എല്ലാം വളരെ നന്നായിട്ട് പോകും. ഓക്കെ. അപ്പൊ ആര്യ ചേച്ചിയുടെ റിയൽ ലൈഫിലെ മച്ചാൻ ആരാണ്, മാലാഖ ആരാണ്? എൻ്റെ റിയൽ ലൈഫിൽ ആക്ച്വലി കുറേ പേരുണ്ട്. ലൈക്ക് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറേ ഈ പറയുന്ന പോലത്തെ സുഹൃത്തുക്കൾ, മച്ചാന്മാരും ഉണ്ട്, മാലാഖമാരും ഉണ്ട്.
പിന്നെ അതിലിങ്ങനെ ഇപ്പൊ എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ മാലാഖമാരെന്ന് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഗേൾ ഫ്രണ്ട്സ് കുറച്ചധികം വൈബ് അതൊരു വേറെ വൈബാണ്. ഇപ്പം കുറെ വർഷങ്ങളായിട്ട് എൻ്റെ വളരെ തിക്കായിട്ട് നിൽക്കുന്ന മോർ ദാൻ 10 years ആയിട്ട് നിൽക്കുന്ന ഗേൾ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട് എനിക്ക്. രശ്മി, ഗൗരി, സനി, ശ്രീദേവി, ഇവരൊക്കെയാണ് എൻ്റെ ഒരു മാലാഖമാർ. എൻ്റെ മൈ ഓൺ സിസ്റ്റർ, ഷീ ഈസ് മൈ മാലാഖ. അപ്പൊ ഇവരൊക്കെ എൻ്റെ മാലാഖമാരെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ എൻ്റെ പുത്രി, മൈ ബെസ്റ്റ് ഫ്രണ്ട്, അവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ സകല കാര്യങ്ങളും അറിയാവുന്ന ഒരാള് അവള് തന്നെയാണ്. സോ ഇവരൊക്കെയാണ് എൻ്റെ മാലാഖ. പിന്നെ ബോയ്സ് സൈഡിലാണെങ്കിലും ഈ പറയുന്ന പോലെ മച്ചാന്മാരെന്ന് പറയാൻ കുറെ പേരുണ്ട്. പിന്നെ പെട്ടെന്ന് ചോദിച്ചാൽ ഒരു മച്ചാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിബിനാണ്. സിബിനാണ് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട്. പിന്നെ വരുണുണ്ട്. ഇവരൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവും, ബിക്കോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് ഇവരെയൊക്കെ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ there are a lot of people ക്ലോസ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന കുറെ മച്ചന്മാരും മാലാഖമാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓഡിയൻസ് എന്നുള്ള ഒരു നിലയിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഓഡിയൻസിനടുത്ത്? അതാ ഞാൻ പറഞ്ഞു, ഒരു വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്ക് ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സിനിമയുമായിട്ട്. ഈ സിനിമയിലെ പല ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടറുമായിട്ടൊക്കെ ഒബ്വിയസ്ലി കണക്ട് ചെയ്യുന്ന ഒത്തിരിയും ലേഡീസ് ഉണ്ടാവും. നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കാണുന്ന ലേഡീസ്. വിനീതേട്ടൻ്റെ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നവരുണ്ടാവും. ദിലീഷ് ഏട്ടൻ്റെ ക്യാരക്ടർ, ദിലീഷ് ഏട്ടൻ ഭയങ്കര സട്ടിലായിട്ട് കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടുകാരനും ഭർത്താവുമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും. സൗബിൻ ചേട്ടനാണെങ്കിലും അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോറായിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട് ഈ സിനിമയിൽ. അത് പക്ഷെ നമ്മുടെ അങ്ങനെ ലൈഫിലൊന്നും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ് ആ സിനിമയിൽ സംഭവിക്കുന്നത്. സോ അതാണ് ഈ ഒരു കഥയിലേക്ക് എനിക്ക് തോന്നുന്നു. ഇപ്പം സൗബിൻ ചേട്ടനും പറയുന്നുണ്ടായിരുന്നു, ആ ഒരു കാര്യമാണ് ഈ മൂവി ചെയ്യാൻ അദ്ദേഹത്തെ പുഷ് ചെയ്ത ഒരു എലമെന്റ്, ഹുക്ക് ചെയ്ത എലമെന്റ്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അതായിരുന്നു. That was that one element that hooked us into this movie. So yeah, ചെയ്യണം, നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും ഗ്യാപ്പ് എടുക്കുമ്പോ എങ്ങനെയാ അടുത്ത സിനിമകൾ വരുന്നത്? ഇങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും അത് നമ്മളായിട്ട് എടുക്കുന്ന ഗ്യാപ്പ് അല്ലല്ലോ, ഇതിപ്പോ ഞാനായിട്ട് എടുത്ത ഗ്യാപ്പ് അല്ല. നമുക്ക് ട്രൈ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം അവസരങ്ങൾ വരണ്ടേ. നമ്മള് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്ന ആളാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ഏതെങ്കിലും ഒക്കെ സിനിമയിൽ നമ്മളെ കാസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ നമ്മുടെ അറിയാവുന്ന സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കണേ എന്നുള്ളത് പറയും. പക്ഷെ വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് their choice. അതൊക്കെ ഒരു ആസ് ഫാർ ആസ് ഐ കൻ സീ ടാലന്റിനെക്കാളും കൂടുതൽ ഭാഗ്യത്തിന്റെ കളിയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ യു വിൽ സർവൈവ്, അല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അതെ, ഇതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. ഒരു ആങ്കറിനെ തന്നെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി. വെരി നൈസ്. യു ഡോണ്ട് ലുക്ക് ഓർ ഫീൽ ലൈക്ക് എ ഫസ്റ്റ് ടൈമർ. ഉള്ളില് പേടിക്കുന്നുണ്ട്. അത് സാരമില്ല, പക്ഷെ അത് പുറത്ത് കൊണ്ടുവന്നില്ല, അത് ടാലന്റ് ആണ്. അപ്പൊ എല്ലാവരും സിനിമ ഫെബ്രുവരി 27 സിനിമ പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. താങ്ക് യു.